ഹായ്, ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആക്കൂജയുടെ ഒരു ഡ്രൈവർ യൂണിറ്റാണ്. ഇതിൻ്റെ ഡയഫ്രം ഡാമേജ് ആയിട്ട് വന്നതാണ്. അപ്പം അതെങ്ങനെ സർവീസ് ചെയ്യാൻ നോക്കാം. ഇത് AU35 എന്ന ആക്കൂജയുടെ ഒരു ഡ്രൈവർ യൂണിറ്റാണ്. 35 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഇമ്പിഡൻസ് വന്ന് 16 ഓംസിലാണ്. 16 ഓംസാണ് ഇതിൻ്റെ ഇമ്പിഡൻസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഒരു കവർ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഒരു 4 സ്ക്രൂ ഇത് അഴിച്ചാണ് നമ്മളിത് തുറക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതിനകത്ത് 2 ഇൻപുട്ട് ടെർമിനൽസ് വരുന്നുണ്ട്. 2 L1 L2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് L1 പോസിറ്റീവും L2 നെഗറ്റീവുമാണ്. അത് നമ്മൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഞാൻ ഇപ്പം 200 ഓംസിൻ്റെ റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്. ഞാൻ നേരത്തെ ചെക്ക് ചെയ്തതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം എന്താണ്ട് കണ്ടിന്യൂറ്റി പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അതായത് നമ്മുടെ ഡയഫ്രം കോയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ യൂണിറ്റ് തുറന്നിട്ട് അത് റീപ്ലേസ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഡയഫ്രം യൂണിറ്റ് നമുക്ക് വെളിയിൽ ഇതിൻ്റെ ഒറിജിനൽ സ്പെയർ നമുക്ക് കിട്ടും. ആ സ്പെയർ വാങ്ങിച്ച് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ചെറിയ പ്രൊസീജിയറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തതന്നേ ഉള്ളൂ. ഇതിനു മുന്നേ പലരും സെയിം വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തുറക്കുന്നതിനായിട്ട് തുരുമ്പൊക്കെ പോകാൻ വേണ്ടി നമ്മൾ WD-40 ഒന്ന് അടിച്ചു വെക്കുകയാണ്. സ്ക്രൂവിൻ്റെ ഹെഡുകളെല്ലാം പോയിരിക്കുകയാണ്, എല്ലാം ദ്രവിച്ച് വളരെ മോശം അവസ്ഥയിലാണ്. അതുകൊണ്ട് ആദ്യം WD-40 ഉപയോഗിച്ചൊന്ന് തുരുമ്പൊക്കെ ഒന്ന് അരിഞ്ഞു പോകാൻ വേണ്ടി, സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി WD-40 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബീഡിങ് വരും, റബ്ബറിൻ്റെ ഒരു വാഷർ. അപ്പം അത് ഇട്ടാലും ചിലപ്പോൾ വെളിയിലേക്ക് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. WD-40 അടിച്ച് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്പെയറായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡയഫ്രത്തിൻ്റെ ഇതാണ് നമ്മുടെ ഡയഫ്രം യൂണിറ്റിൻ്റെ ബോക്സ്. ആക്കൂജയുടെ ഒറിജിനൽ ഡയഫ്രമാണ്. ഏകദേശം ഒരു 100 രൂപയോളം വരും. ഓരോരുത്തർക്ക് ഓരോ റേഞ്ചിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെ മാറണമെന്ന് ഈ ബോക്സിൽ തന്നെ നമുക്ക് അതിൻ്റെ പടവും വരച്ച് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട് ഓരോ സ്റ്റെപ്പ് ഇതെങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളത് ഈ ബോക്സിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ചേഞ്ച് ചെയ്യാനുള്ള ഡയഫ്രം വരുന്നത്. നമുക്ക് തുറന്ന് അതിൻ്റെ ഡയഫ്രം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഡയഫ്രം. കോയിലിൻ്റെ 2 എൻഡും പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കോയിലിൻ്റെ സൈഡിലായിട്ട് L1 L2 എന്ന് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെയിം മാർക്കിങ് നമ്മുടെ യൂണിറ്റിനകത്തുമുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഉറപ്പിക്കാൻ, നമ്മുടെ ഡയഫ്രം യൂണിറ്റിനകത്ത് ഉറപ്പിക്കാൻ. L1 L2 പോയിൻ്റ് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ഉറപ്പിക്കാൻ. അപ്പം നമ്മൾ ഇത് തുറക്കുവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ കവറിൻ്റെ സ്ക്രൂ അഴിച്ചു, എന്നിട്ട് അഴിക്കും കവർ എടുത്ത്. അപ്പം ഇതാണ് നമ്മുടെ ബീഡിങ്. റബ്ബർ ബീഡിങ്ങാണ് അവിടെ. റബ്ബർ ബീഡിങ്ങിൽ ഒരു റബ്ബറിൻ്റെ ഒരു വാഷർ പോലുള്ള സംഗതി, റിങ് വാഷറാണ് അവിടെ വരുന്നത്. പക്ഷേ അത് നേരത്തെ ഡാമേജ് ആയിട്ട് അതിന് പകരം ഒരു വയറിൻ്റെ കഷ്ണം മുറിച്ചാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ നമ്മളത് ബാക്കിലത്തെ കവർ തുറന്നിട്ട് അകത്തെ പൊടിയൊക്കെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം ഫ്രണ്ടിൽ നമ്മുടെ 4 സ്ക്രൂ വരുന്നുണ്ട്. 4 സ്ക്രൂ അഴിക്കുക. ഫ്രണ്ടിൽ 4 സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ആ അടപ്പ് പൊക്കുമ്പോൾ അതിനകത്തായിട്ടാണ് നമ്മുടെ ഡയഫ്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ഡയഫ്രം നമുക്ക് അഴിച്ച് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് 2 പോയിൻ്റ് സോൾഡർ ചെയ്തിരിക്കുകയായിരിക്കും. ആ സോൾഡർ ഒഴിവാക്കി ഡയഫ്രം ഇളക്കി മാറ്റിയിട്ട് ശേഷം പുതിയ ഡയഫ്രം അതിനകത്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോയിലൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. അപ്പം നമ്മൾ സോൾഡറിങ്ങാണ് ഉപയോഗിച്ച ആ 2 പോയിൻറ്റും
ഡീസോൾഡർ ചെയ്തതിന് ശേഷം പഴയ ഡയഫ്രം വെളിയിലേക്ക് എടുക്കാം. 2 പോയിൻറ്റിൽ വയർ കണക്ഷൻസ് വിടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ യൂണിറ്റിൻ്റെ ഡയഫ്രം വെളിയിലെടുക്കാം. അപ്പം ഇതാണ് പഴയ ഡയഫ്രം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വാട്ടർ നമ്മൾ ഈർപ്പം തട്ടിയിട്ട് ഇതൊരു അലൂമിനിയം ബോഡിയാണ്. അങ്ങനെ റിയാക്ഷനായിട്ട് ഡസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ അലൂമിനിയം ഒരു ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ ഒരു പൗഡർ പോലെ ഉള്ള ഫോമിലേക്ക് വരും ഈർപ്പമായിട്ട് തട്ടിയിട്ട്. അവിടെ നമ്മൾ കുറച്ച് WD-40 ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അടിച്ചിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യും. പിന്നെ അകത്തുള്ള ഇതേപോലെ ഡസ്റ്റൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ബ്ലേഡൊക്കെ ഉപയോഗിച്ചൊന്ന് ചുരണ്ടി വൃത്തിയാക്കുന്നുണ്ട്. നല്ല രീതിയിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും. ഇതേപോലെ അകത്ത് പൊടിയോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡയഫ്രത്തിൽ വീണിട്ട് സൗണ്ട് ക്വാളിറ്റിക്ക് കുറവ്, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡയഫ്രം ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പം ടോപ്പ് ആ ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത്, അതേപോലെ നമ്മുടെ കോയിൽ മാഗ്നറ്റിൽ കയറുന്ന ആ ഗ്യാപ്പ്, എയർ ഗ്യാപ്പ് ഉള്ളിൽ നല്ല രീതിയിൽ ഡസ്റ്റ് കാണാൻ സാധ്യതയുണ്ട്. അത് ക്ലീൻ ചെയ്യണം. അതേപോലെ ഈ കോയിലിൻ്റെ 2 പോയിൻ്റ് വരുന്ന ഭാഗത്തായിട്ട് 2 ഇൻസുലേഷൻ ടേപ്പുകൾ കൊടുത്തിരിക്കുക. അത് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള പൊടികൾ, എയർ ഗ്യാപ്പിലുള്ള പൊടികൾ നല്ല രീതിയിൽ വെളിയിൽ പോകണം. അതിന് WD-40 ഒക്കെ ഒന്ന് അഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നല്ല ഫിലിം പോലുള്ളൊരു സാധനം എടുത്തിട്ട് ഉള്ളിലേക്ക് കടത്തി 4 സൈഡും കറക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. നല്ല ഫ്രീ ആയിട്ട് കോയിൽ അതിനകത്തൂടെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനിടയ്ക്ക് വല്ല പൊടിയോ തുരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഇത് ഡയഫ്രം നമ്മൾ ഇതിനകത്ത് കവറിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ L1 L2 പോയിൻ്റ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. രണ്ടിലെയും L1 L2 പോയിൻ്റ് നോക്കിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലെയും L1 L2 പോയിൻ്റ് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇത് യൂണിറ്റിൻ്റെ ബോഡിയിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് 2 പോയിൻ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. 2 പോയിൻ്റ് നല്ല പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് ഉറച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ കാരണം അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഫ്ലെക്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല പ്രോപ്പറായിട്ടുള്ള സോൾഡറിങ് തന്നെ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. 2 പോയിൻ്റ് സോൾഡർ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് ഹോളൊക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. 4 സ്ക്രൂവും പ്രോപ്പറായിട്ട് ആ ഹോളിൽ കൂടെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തണം. ജസ്റ്റ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. നമ്മൾ ആ ഹോള് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ 4 സ്ക്രൂ ഇട്ടിട്ട് ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ടോർക്കിൽ തന്നെ ടൈറ്റ് ചെയ്യണം. ഇവിടെ നല്ല രീതിയിൽ ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ബാലൻസായിട്ട് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പതറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ബാക്കിലത്തെ ഡസ്റ്റ് കവർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം കവറെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അതേ ആ പഴയ വയറിൻ്റെ പീസും നമ്മൾ അവിടെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പം കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബോഡിയായിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ കോയിൽ ബോഡിയായിട്ട് അങ്ങനെ ടച്ചിങ് പിടിപ്പിച്ച സമയത്ത് വരുന്നുണ്ടോ എന്ന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നേ ഉള്ളൂ. വരാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വേണ്ടി അറിയാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും സൗണ്ട് അതല്ലോ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പം പ്രോബ്ലം ഒന്നുമില്ല. ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നില്ല. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പിടിച്ചൊന്ന് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.